ഇനി ഫാമിലി ഡോക്ടർ സൈനസ് ക്യാൻസറിനെ കുറിച്ചാണ് ഇന്ന് ഫാമിലി ഡോക്ടർ സംസാരിക്കുന്നത്. കൊച്ചി VPS ലെക്ഷർ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ഹെഡ് ആൻഡ് നെക്ക് ഓങ്കോളജി ഡോക്ടർ മോണി എബ്രഹാം കുര്യാക്കോസ് ആണ് ഇന്നത്തെ ഫാമിലി ഡോക്ടർ. അദ്ദേഹം സംസാരിക്കുന്നു. ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ VPS ലെക്ഷർ. എനിക്ക് നിങ്ങളോട് ഇന്ന് പറയാനുള്ളത് സൈനസ് ക്യാൻസറിനെ പറ്റിയാണ്. സൈനസ് ക്യാൻസർ എന്നുള്ളത് വളരെ റെയറായിട്ടുള്ളൊരു ട്യൂമറാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ പലപ്പോഴും കാണാറുള്ള ട്യൂമറാണ്. അത് പല സമയത്തും അതൊരു സൈനസൈറ്റിസ് അല്ലെങ്കിൽ പോളിപ്പ് എന്നുള്ള സംശയിച്ച് തെറ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നടത്താറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും വൈകി ക്യാൻസറിനെ കണ്ടുപിടിക്കുന്ന ഒരു കാര്യവും കൂടിയായിട്ട് മാറിയിട്ടുണ്ട്. അതെങ്ങനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാമെന്നുള്ളതാണ്. ഇടയ്ക്കിടയ്ക്ക് മൂക്കടപ്പ് എന്നുള്ളത് സാധാരണയായിട്ട് ഉണ്ടാവുന്നതാണ്, പ്രത്യേകിച്ച് കോൾഡ് അങ്ങനത്തെ അസുഖങ്ങൾ ഉണ്ടാവുമ്പോഴേക്കും. പക്ഷെ മൂക്കിൻ്റെ ഒരു വശത്തുനിന്ന് മാത്രമായിട്ട് രക്തം വരിക, അല്ലെങ്കിൽ മണം പോകുക, അല്ലെങ്കിൽ മുഖത്ത് നീര്, പിന്നെ കാഴ്ചയിൽ രണ്ടായിട്ട് കാണുക, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത് തന്നെ ഡോക്ടറിനെ കാണിക്കണം. ENT സർജൻ അല്ലെങ്കിൽ ഒഫ്തൽമോളജിസ്റ്റിനെ കാണിക്കണം. അത് കാണിക്കുമ്പോൾ ആദ്യം ഒരു എൻഡോസ്കോപ്പി അല്ലെങ്കിൽ സൈനസിൻ്റെ സ്കാൻ ചെയ്യും. അതോടുകൂടി ഇതിനെ നിർണ്ണയിക്കാവുന്നതാണ്. ഇത് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് മിനിമലി ഇൻവേസീവായിട്ട്, ഇമേജ് ഗൈഡഡ് ആയിട്ട് മിനിമലി ഇൻവേസീവായിട്ട് മൂക്കിൽ കൂടെ തന്നെ പോയിട്ട് മിക്കവാറും എല്ലാ ഈ സൈനസ് ക്യാൻസറിനെ എടുത്ത് മാറ്റാവുന്നതാണ്. ചില സമയങ്ങളിൽ മുകളിലത്തെ താടിയലിലേക്കോ അല്ലെങ്കിൽ സ്കൾ ബേസ് ബ്രെയിനിൻ്റെ അടുത്തേക്കോ പടരുകയാണെങ്കിൽ തന്നെ ഇതിനെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്ത് മാറ്റി, അതുപോലെ തന്നെ അത് റീകൺസ്ട്രക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പഴയ പോലെ തന്നെ ഫങ്ഷനും പിന്നെ മുഖത്തിൻ്റെ ഷേപ്പെല്ലാം റീറ്റെയിൻ ചെയ്യാവുന്നതാണ്. അത് കാരണം സൈനസ് ക്യാൻസർ നേരത്തെ തന്നെ കണ്ടുപിടിക്കാനായിട്ട് നോക്കുക. കണ്ടുപിടിച്ചാൽ കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും നോക്കുക. ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ VPS ലെക്ഷർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.